പത്തനംതിട്ട തിരുവല്ലയിൽ മോരും വെള്ളം വിൽക്കുന്ന സിനിമാ താരത്തെ അധികമാർക്കും അറിവുണ്ടാവില്ല. 70-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച ഭാസി തിരുവല്ല എന്ന കലാകാരനാണ് ഈ മോര് വിൽപ്പനക്കാരൻ. 42 വർഷമായി ഭാസിച്ചേട്ടൻ്റെ മോരുകട പ്രവർത്തിക്കുന്നു. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെത്തിയാൽ ഒരു ചെറിയ മാടക്കട കാണുവാനായിട്ട് സാധിക്കും. കട ചെറുതാണെങ്കിലും ഈ കട നടത്തുന്ന ആൾ അത്ര ചെറുതല്ല. 70-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള തിരുവല്ല ഭാസിച്ചേട്ടൻ്റെ കടയാണ് ഈ കട. ഇതിനോടകം തന്നെ 42 വർഷങ്ങളായിട്ട് ഈ കട ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഈ ഭാസിച്ചേട്ടൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ പോലെ തന്നെ ഈ കടയും ഈ കടയിലെ മോരും വെള്ളവും അത്രമാത്രം പ്രസിദ്ധവുമാണ്. ഭാസിച്ചേട്ടൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ചേട്ടാ നമസ്കാരം. എങ്ങനെ പോകുന്നു കച്ചവടവും ജീവിതവും? കുഴപ്പമൊന്നുമില്ല. വേനൽക്കാലം വെയിൽ ആണെങ്കിൽ നല്ല കച്ചവടം. 4-5 ഭരണി തൈര് വിൽക്കും. മഴക്കാലമായാലും ഞാൻ 2 ഭരണി തൈരെങ്കിലും വിൽക്കും. അതാണ് നമ്മുടെ മോരും വെള്ളത്തിൻ്റെ ഗുണം. സിനിമാ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? അതോ സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 71 സിനിമ അഭിനയം തുടങ്ങിയ അന്ന് മതിച്ചേട്ടനായിരുന്നു ഹീറോ. അത് പണിമുടക്കം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. PN മേനോൻ സാറായിരുന്നു എൻ്റെ സംവിധാനം. ഞാൻ കൊട്ടാരക്കര ശ്രീനാരുടെ സമിതിയിൽ അഭിനയിക്കുക. അന്നേരം ഞങ്ങൾ ചുമ്മാ ഷൂട്ടിങ് കാണാൻ എനിക്കൂടെ ആഗ്രഹം കൊണ്ട് ഞാനും കൂടെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മേനോൻ സാർ ചോദിച്ചു, അദ്ദേഹം ഡയറക്ടറൊന്നും എനിക്കറിയത്തില്ല, ഒരു ചെറിയ വേഷം ചെയ്യാമോ എന്ന്. നമ്മൾ സാർ എനിക്ക് ക്യാമറയായിട്ട് ഒന്നും വലിയ അത് ആരമല്ലേ ഞാനില്ലേ ഉള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടത്തിനകത്ത് പണിമുടക്ക്, അതിനകത്ത് കൊട്ടാരക്കര ചേട്ടൻ്റെ മാനേജരായിട്ട്, അദ്ദേഹം വലിയ ഓട്ടോ ഫാക്ടറി ഓണറാണ്, മാനേജരായിട്ട് 3-4 സീൻ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവിടെയാണ് സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം. പിന്നീട് ഈ ബ്ലസ്സി സാറുമായിട്ടൊക്കെ കൂടിക്കാഴ്ചയാണ് നിർണായകം. ബ്ലസ്സി സാറുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മലയാള സിനിമയിലെ അതികായനായിരുന്ന MG സോമനെ മലയാള നാടകവേദിയിൽ, അന്ന് ഞാൻ കൊട്ടാരക്കരയുടെ കൂടെ, അതും 71 ഇവിടുന്ന് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയാണ് മണ്ണടിപ്പറമ്പിൽ ചെന്ന് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. 73 അദ്ദേഹം സിനിമയിൽ വന്നു. 76 തൊട്ട് ഞാനൊരു 10 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ആസ് എ സെക്രട്ടറി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നോ ബ്രദേഴ്സ് നോ സിസ്റ്റേഴ്സാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ സഹചാരിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് വന്ന് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കത്ത് വന്നു കഴിഞ്ഞാണ് ഈ കട ഇട്ടത്. അത് കഴിഞ്ഞാണ് ബ്ലിസാറിൻ്റെ കാഴ്ച എന്ന സിനിമയിൽ രണ്ടാമത്തെ ഒരു ഇതായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അദ്ദേഹം പിന്നീട് 7 പടം എടുത്തു. 7 പടത്തിലും 8 പടത്തിലും അഭിനയിച്ച ഒരേ ഒരു നടൻ ഞാൻ മാത്രമേ ഉള്ളൂ. മൊത്തം എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും ഇപ്പോൾ? മൊത്തം എല്ലാം കൂടെ 10-75 ആയിട്ടുണ്ട്, അതിൽ കൂടുതലായിട്ടുണ്ട്. ഈ ഫോണോ അടുത്തിടെ അഭിനയിച്ച അതൊക്കെ കടുവ, ആടുജീവിതം, സ്വർഗം, അതിനു മുമ്പ് ഇന്ത്യൻ പ്രണയകഥ, അതിനു മുമ്പ് തീരങ്ങള, തണല, മണ്ണ, വെല്ലുവിളി, പണിമുടക്ക, നക്ഷത്രങ്ങളെ കാവല്, രാഗന്താനം, പലവി, താവളം, തുറന്നയിൽ, ലോറി, യക്ഷിപ്പാറും. അത് ആദ്യത്തെ കാലഘട്ടം. തിരിച്ചു വരവ് കാഴ്ചമകൾക്ക്, ദൈവനാമത്തിലെ, അച്യുറ്റമ്മ, ആലിസിൻ വണ്ടർലാൻഡ്, തസ്കരവീരൻ, ചെതറിയവർ, കന്മാത്ര, രസാന്തരം, അശ്വാരൂഢർ, ആനന്ദം, ആനന്ദഭൈരവി, പളുങ്ക്, കൽക്കട്ട ന്യൂസ്, ഓഫ് ദ പീപ്പിൾ, തനിയെ, സ്വർണം, വൈരം, ഭ്രമരം, ഭാഗ്യദേവത, കൺമഴ പെയ്തൊഴുത്, ബെസ്റ്റ് ആക്ടർ, താപ്പാന, ലോക്പാൽ, ഫ്രൈഡേ, പിഗ്മാൻ, ABCD, ഇന്ത്യൻ പ്രണയകഥ, ചാർലി, തോപ്പിൽ ജോപ്പൻ, പച്ചത്തപ്പ്, താക്കോല്, ജുര്യൻ, ചൂട്ട, ആടുജീവിതം, കുഞ്ഞപ്പണിയുടെ ആശുപത്രി, ചാക്കാല, മനസ്സ്, സ്വർഗം. ഗംഭീരം. എന്തായാലും കൈ നിറയെ സിനിമകളും അതോടൊപ്പം തന്നെ ഈ മോരുകടയും ഒക്കെ ആയിട്ട് ഭാസിച്ചേട്ടനും കുടുംബവും സന്തുഷ്ടമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ ഓട്ടെ. എല്ലാ ആശംസകളും ചേട്ടാ. പത്തനംതിട്ടയിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗൂഗിൾ രമേശ്, ജനം.